ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസർ പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റേഴ്സ് ഇൻ ദ 8051 ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ക്യാരി ബിറ്റ് ഡ്യൂറിംഗ് ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻ? അതായത് നമ്മുടെ ക്യാരി ബിറ്റ് ജനറേറ്റ് ചെയ്യും. അഡിഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ബോറോ, ഇവിടെ അഡിഷന്റെ ടൈമിലാണ് നമുക്ക് ക്യാരി ജനറേറ്റ് ചെയ്യുക. അങ്ങനെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൽ ക്യാരി ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ അത് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ PSW രജിസ്റ്റർ അഥവാ ഫ്ലാഗ് രജിസ്റ്ററിലായിരിക്കും. ഓക്കെ, PSW എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഇതൊരു 8-ബിറ്റ് രജിസ്റ്റർ ആണ്. ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 8-ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഉണ്ടാവും? D0, D1, D2, D3, D4, D5, D6, D7 വരെ ഉണ്ടാവും. D1, D2, D3, D4, D5, D6, D7 വരെ ഉണ്ടാവും. ഇതിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് പാരിറ്റി ആയിരിക്കും. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് അൺയൂസ്ഡ് ബിറ്റ് ആണ്. ദെൻ ഓവർഫ്ലോ. പിന്നെ ഇത് RS0, RS1. ദെൻ അടുത്തത് അൺയൂസ്ഡ് ആണ്. ദെൻ ഓക്സിലറി ക്യാരി. D7th ബിറ്റാണ് ക്യാരി വരുന്നത്. അതായത് നമുക്കൊരു ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ ബിറ്റ് എനേബിൾ ആവും, ഈ ബിറ്റ് 1 ആവും. ഓക്കെ, അവിടെ ഒരു ക്യാരി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബിറ്റ് 0 ആയിരിക്കും. ഇതാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് അഥവാ ഫ്ലാഗ് രജിസ്റ്ററിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ പാരിറ്റി ചെക്ക് ചെയ്യാനായിട്ടാണ് P ഉപയോഗിക്കുന്നത്. ഓവർഫ്ലോ ആണ് OV എന്ന് പറയുന്നത്. പിന്നെ RS0, RS1 എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ RS1, RS0 എന്ന് പറയുന്നത് 00, 01, 10, 11. അപ്പോൾ RS1, RS0 0 ആണെങ്കിൽ ബാങ്ക് 0 സെലക്ട് ചെയ്യും. ഇതാണെന്നുണ്ടെങ്കിൽ ബാങ്ക് 1, ദെൻ ബാങ്ക് 2, ദെൻ ബാങ്ക് 3. രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന RS0യും RS1ഉം യൂസ് ചെയ്യുന്നത്. പിന്നെ ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത് നമ്മൾ BCD അഡിഷനിൽ യൂസ് ചെയ്യുന്നതാണ്. BCD എന്ന് പറയുമ്പോൾ 8 ബിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിലെ 4th ബിറ്റിൽ നിന്നും ഒരു ക്യാരി 5th ബിറ്റിലേക്ക് കടക്കുമ്പോൾ ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഓക്സിലറി ക്യാരി 1 ആവും. ക്യാരി എന്ന് പറയുന്നത് നമ്മുടെ MSB കഴിയുമ്പോൾ ഒരു ക്യാരി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. സോ ഇവിടെ ഓപ്ഷൻ A PSW എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the 8051 microcontroller, which instruction will cause a change in the program counter when executed? പ്രോഗ്രാം കൗണ്ടറിൽ ഒരു ചേഞ്ച് വരുത്തുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് JMP ആണ്. അതായത് ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. JMP അഥവാ ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. അത് മാത്രമല്ല വേറെ ജമ്പ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, പിന്നെ കോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, പിന്നെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇത്രയും ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ററപ്റ്റ് വരുമ്പോൾ കറണ്ട് എക്സിക്യൂഷൻ സസ്പെൻഡ് ചെയ്തിട്ട് വേണ്ടുന്ന ഇൻഫർമേഷൻ സ്റ്റാക്ക് പോയിന്റിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജമ്പ് യൂസ് ചെയ്യുന്നത്. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടു കോൾ സബ് റൊട്ടീൻ ആണ്. റിട്ടേൺ എന്ന് പറയുമ്പോൾ നമുക്ക് സബ് റൊട്ടീനിൽ നിന്നും റിട്ടേൺ ചെയ്യുന്നതാണ് ഈ RET സൂചിപ്പിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. Next question. Which of the following instruction uses the program counter to address external memory for data transfer in 8051 microcontroller? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മൂവ് Cയും എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാനായിട്ടുള്ളതാണ്, മൂവ് Xും എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം കൗണ്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. അതായത് പ്രോഗ്രാം കൗണ്ടറിൽ നിന്നും പ്രോഗ്രാം കൗണ്ടർ ഇൻസ്ട്രക്ഷൻ യൂസസ് ദ പ്രോഗ്രാം കൗണ്ടർ ടു അഡ്രസ് എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുമ്പോൾ മൂവ് C ആണ്. പക്ഷേ DPTR അതുപോലെ തന്നെ R0, R1 അവിടെ നിന്നൊക്കെ നമ്മുടെ എക്സ്റ്റേണൽ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് X ആണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ മൂവ് C എന്ന് പറയുന്നത് മൂവ് കോഡ് ബൈറ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മൂവ് കോഡ് ബൈറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് ഡേറ്റ ഫ്രം ദ കോഡ് മെമ്മറി. റോമിൽ നിന്നും ഡേറ്റ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്
എടുക്കാൻ വേണ്ടിയിട്ടാണ് മൂവ് സി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the result when executing the instruction move a comma at r0 in 8051 microcontroller? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അതായത് ഒരു അറ്റ് സിമ്പൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണെന്ന് പറയാം. അതായത് ദ കണ്ടന്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ പോയിന്റഡ് ബൈ R0 ഈസ് മൂവ്ഡ് ടു ദ അക്യുമുലേറ്റർ. കണ്ടന്റ് ഓഫ് ദ R0 ആണ്. R0 എന്ന് പറയുന്നത് ഇവിടെ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോം അഡ്രസ് സ്പേസ് ഫോർ ആൻ 8051 വിത്ത് 8 KB ഓഫ് ഓൺ ചിപ്പ് റോം? ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ റോം സൈസ് എന്ന് പറയുന്നത് എന്തെന്ന് തന്നിട്ടുണ്ട്? 8 KB ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 8 KB ചേഞ്ച് ചെയ്തിട്ട് 8 × 1024 ബൈറ്റ്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 8 × 1024 ഇൻറ്റു ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 8ഉം കൂടെ, കാരണം 8 ബിറ്റ്സ് ആണല്ലോ 1 ബൈറ്റ്, അങ്ങനെ വരും. ദാറ്റ് ഈസ് ബിറ്റ് എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഇതിനെ 2 ഈ 8നെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ 8നെ നമുക്ക് 2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇൻറ്റു 1024 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇൻറ്റു 8 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ 2 2 ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഇൻറ്റു 8 എന്ന് എഴുതാൻ പറ്റും. ഇത് എന്തിനാണ് ഇങ്ങനെ ആക്കിയതെന്ന് വെച്ചാൽ ഇതിന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് 2x ഇൻറ്റു y എന്നാണ്. ഇവിടെ x എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അഡ്രസ് ബസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് അഡ്രസ് ബസ്. y എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേറ്റ ബസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഡേറ്റ ബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? y ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഡേറ്റാ ബിറ്റ്സ് 8 ആണെന്നുള്ളത് നമുക്കറിയാലോ. 8051 ഡേറ്റാ ബസ് എന്ന് പറയുന്നത് 8 ആണ്. 13 എന്ന് പറയുന്നത് അഡ്രസ് ബസ് ആണ്. അപ്പൊ 13 എന്ന് പറയുന്നതാണ് ഇവിടെ അഡ്രസ് ബിറ്റ്സിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ടിംഗ് അഡ്രസ് എഴുതുക. സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറയുന്നത് 0000. ദെൻ ഇതാണ് സ്റ്റാർട്ടിംഗ് അഡ്രസ്. നോർമലി പറയുന്നത് 0000H എന്നാണ്. ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് എൻഡിങ് അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ 13 ആണ് അഡ്രസ് ബസ്. അതുകൊണ്ട് നമ്മുടെ LSBയിൽ നിന്നും 13 ബിറ്റ്സ് 1 കൊടുക്കുക. അപ്പോൾ LSBയിൽ നിന്നും ഇത് 13 ബിറ്റ്സ് 1 കൊടുക്കണമെങ്കിൽ 1 1 1 1 1 1 1 1 1, അതുപോലെ ഇവിടെയും 1 1 1 1. ദെൻ ഇതിന് എന്ത് കൊടുക്കുക? 000. ഓക്കെ, അപ്പൊ ഇതിന് എന്തെന്ന് കിട്ടും? 1FFF എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എൻഡിങ് അഡ്രസ്സ്. ഈ എൻഡിങ് അഡ്രസ്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ ഇന്റേണൽ റോമിന്റെ 8 KB മെമ്മറി എന്ന് പറയുന്നതിനെ നമുക്ക് 8 × 1024 എന്ന് എഴുതാം. അതിനെ നമ്മൾ 2x × y എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റി. ദെൻ x എന്ന് പറഞ്ഞ അഡ്രസ് ബസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 13 കിട്ടി. ഇവിടെ 12 ആണ് കിട്ടിയിരുന്നെങ്കിൽ ഈ 1 കൊടുക്കില്ല, 0FFF എന്ന് വന്നേനെ. ഓക്കെ, അപ്പോ 14 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1 വന്നേനെ. ഓക്കെ, അപ്പോൾ ആ നമ്പർ മാറിയേനെ, എൻഡിങ് അഡ്രസ്സ് മാറിയേനെ. അപ്പൊ ഇവിടെ എൻഡിങ് അഡ്രസ്സ് കണ്ടുപിടിച്ചത് 1FF എന്നാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 000 to 1FF വരെ ആയിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ അതുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നതാണ് റൈറ്റ് ആൻസർ. 000H to 1FFFH. ഓക്കെ ആണല്ലോ. അപ്പോൾ 93 ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബിഹേവിയർ ഓഫ് ദ റീസെറ്റ് പിൻ ഇൻ 8051 മൈക്രോ കൺട്രോളർ? റീസെറ്റ് പിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8051 എന്ന് പറയുന്നത് ഒരു 40 പിൻ IC ആണ്. അതിലെ 9th പിൻ എന്ന് പറയുന്നതാണ് റീസെറ്റ് പിൻ. ഓക്കെ, അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് RST ആണ്. അപ്പോൾ RST എന്ന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇതൊരു ആക്റ്റീവ് ഹൈ പിൻ ആണ്. നമ്മുടെ പിൻ ഡീറ്റെയിൽസിനകത്ത് ചില പിൻസിന്റെ കൂടെ ഒരു ബാർ ഉണ്ടാവും. അതായത് PSEN എന്നൊക്കെ പറയുന്നതിനകത്ത്
പ്രോഗ്രാം സ്റ്റോർ എനേബിളിനകത്ത് PSEN ബാർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ അർത്ഥം അതെന്താണ്? ആക്റ്റീവ് ലോ ആണെന്നാണ് മീനിങ്. പക്ഷെ റീസെറ്റ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് RST എന്നാണ്, RST ബാർ എന്നല്ല. RST ബാർ ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ആക്റ്റീവ് ലോ ആണ്. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ 0 വന്നാലാണ് ഈ പിൻ എനേബിൾ ആവുക. ആക്റ്റീവ് ഹൈ എന്ന് പറയുമ്പോൾ 1 വരുമ്പോഴാണ് അത് എനേബിൾ ആവുക. അപ്പൊ ആ ഓപ്ഷൻ നോക്കുക. ഇവിടെ റീസെറ്റ് പിൻ ആക്റ്റീവ് ലോ എന്ന് പറയുന്നു, അത് കറക്റ്റ് അല്ല. ഇവിടെ സെക്കൻഡ് ഓപ്ഷനിൽ റീസെറ്റ് പിൻ ഈസ് ആക്റ്റീവ് ഹൈ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് കണ്ടോ, ആക്റ്റീവ് ഹൈ ആണ്, റിക്വയർ ലോ പൾസ്. ഒരിക്കലും ആക്റ്റീവ് ഹൈയിൽ ലോ പൾസ് ആക്ടിവേറ്റ് ആവില്ല. ഹൈ പൾസ് ആണെങ്കിൽ മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ റീസെറ്റ് പിൻ ഈസ് ആക്റ്റീവ് ഹൈ ആൻഡ് റിക്വയേഴ്സ് എ ഹൈ പൾസ് ടു ബി ആക്ടിവേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക. ആക്റ്റീവ് ലോ എന്ന് പറയുന്നു, അതുമല്ല. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് അഡ്രസ്സിംഗ് മോഡ്സ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് 8051 ഇൻസ്ട്രക്ഷൻ. ഒന്നാമത്തത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് രജിസ്റ്റർ ആയിരിക്കും കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഡയറക്റ്റ് രജിസ്റ്റർ കൊടുത്തിരിക്കുന്നത്? ഏതാണ്? ആഡ് A,R0 ആണ്. സോ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രജിസ്റ്റർ R7 എന്നുള്ളതിലെ കണ്ടന്റ് എവിടേക്ക് പോകും? നേരെ അക്യുമുലേറ്ററിലേക്ക് പോകും. സോ രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ആഡ് A,R7 ആണ്. അടുത്തത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് നോക്കി നമ്മുടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അതായത് മൂവ് R0,40H. അതായത് ഇവിടെ ഈ 40 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ഈ മെമ്മറി ലൊക്കേഷനുള്ളിലെ ഡേറ്റ നേരെ R0 പോകുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് ആണ്. രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആഡ് A,R7 ആണ്. നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആണ്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ് ലൊക്കേഷൻ അല്ല കൊടുക്കുക, അവിടുത്തെ കറക്റ്റ് ഡേറ്റ എന്താണോ അത് ഡയറക്ട്ലി ഞാൻ കൊടുക്കും. സോ ഇവിടെ ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് മൂവ് R5,25 ആണ്. ഹാഷ് എന്നൊരു സിമ്പിൾ കണ്ടാൽ മനസ്സിലാക്കിക്കോളുക, അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. നെക്സ്റ്റ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഈ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മുടെ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഒരു അഡ്രസ് ലൊക്കേഷൻ ആയിട്ടായിരിക്കും. അത് മാത്രമല്ല രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ അറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്കിവിടെ എന്ത് പറയാം? രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് മൂവ് A,R0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതുണ്ടോ എന്ന് നോക്കുക. 1 എന്ന് പറയുന്നത് 2വുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയുണ്ട്? ഓപ്ഷൻ സിയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. അപ്പൊ ഇതിലൊന്നാണ്. നെക്സ്റ്റ് 2 എന്ന് പറയുന്നത് 4, 2 എന്ന് പറയുന്നത് 4ൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് 3 എന്ന് പറയുന്നത് 1 വരുന്നത് കറക്റ്റ് ആണ്. 4 എന്ന് പറയുന്നത് 3 വരുന്നു, അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ 8051 ആർക്കിടെക്ചർ. ഇവിടെ പറയുന്നു DPTR 8 ബിറ്റ് ആണെന്ന്, DPTR 16 ബിറ്റ് ആണ്, അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ പറയുന്നു DPTR 16 ആണ്, അത് കറക്റ്റ് ആണ്. പ്രോഗ്രാം കൗണ്ടർ 8 എന്ന് പറയുന്നു, അത് തെറ്റാണ്. പ്രോഗ്രാം കൗണ്ടർ 16 ബിറ്റ് ആണ്, അതുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. DPTR 8 എന്ന് പറയുന്നു, അത് തെറ്റാണ്. നെക്സ്റ്റ് DPTR 16 ബിറ്റ് എന്ന് പറയുന്നു, കറക്റ്റ് ആണ്. പ്രോഗ്രാം കൗണ്ടർ 16 ബിറ്റ് ആന്ന് പറയുന്നു. CPU എന്ന് പറയുന്നത് 8 ബിറ്റ് ആന്ന് പറയുന്നു, കറക്റ്റ് ആണ്. കാരണം നമ്മുടെ പ്രോസസ്സറിന് അറ്റ് എ ടൈം എന്ന് പറയുന്നത് 8 ബിറ്റ് മാത്രമേ പ്രോസസ്സിംഗ് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ CPU 8 ബിറ്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ ആയ PSW 8 ബിറ്റ് ആന്ന് പറയുന്നു, അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റാക്ക് പോയിന്റർ 8 ബിറ്റ് ആന്ന് പറയുന്നു, അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, after reset stack pointer register is initialized to address. സ്റ്റാക്ക് പോയിന്റർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 00യിലേക്ക് ആയിരിക്കില്ല അത് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, 07Hയിലേക്കായിരിക്കും അത് ഇനിഷ്യലൈസ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റർ ബാങ്കുകൾ 4 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അതൊക്കെ? രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുന്നത് രജിസ്റ്റർ ബാങ്ക് R0 ആയിരിക്കും ഇനിഷ്യലി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇനിഷ്യലി സെറ്റ് ചെയ്തിട്ടുണ്ടാവുക R0 എന്നുള്ള രജിസ്റ്റർ ബാങ്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് 00, 01, 02, 03, 04, 5, 6, 7, 8. അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ
നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാക്ക് പോയിന്റർ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്ത് 0.8 എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡേറ്റ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും സ്റ്റാക്ക് പോയിന്റർ കൊടുക്കുമ്പോൾ ഇത് ഇൻക്രീസ് ചെയ്ത് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ 0.0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ രജിസ്റ്റർ ബാങ്ക് 0-ക്കകത്ത് ഓവർ റൈറ്റിംഗ് നടക്കും. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഓവർ റൈറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ പുഷിംഗ് ഡേറ്റ ഓൺ ടു ദ സ്റ്റാക്ക് വുഡ് ഓവർ റൈറ്റ് ദ കണ്ടന്റ് ഓഫ് ദീസ് രജിസ്റ്റർ ലീഡിങ് ടു അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ. അപ്പോൾ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, 0.7 ഇനിഷ്യലൈസേഷൻ നടക്കുക. ദാറ്റ് ഈസ് ഇത് ഇവിടെ ബാങ്ക് 1, ബാങ്ക് 2, ദെൻ ബാങ്ക് 3 ഇങ്ങനെയാണ് ഇതിന്റെ അഡ്രസ്സസ് വരുന്നത്. ഇത് 0.8 മുതൽ 0F വരെ ബാങ്ക് 1 ആയിരിക്കും. ദെൻ 10H മുതൽ 17H വരെ ബാങ്ക് 2 ആയിരിക്കും. 18H മുതൽ 1FH വരെ ബാങ്ക് 3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ സ്റ്റാക്ക് പോയിന്റർ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ 0.7 ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് 16-bit ടൈമേഴ്സ് ഇൻ 8051 T0, T1 ടൈമേഴ്സ് ആണുള്ളത്. അവിടെ 16-bit ടൈമേഴ്സ് എന്ന് പറയുന്നത് 2 എണ്ണം. ഏതൊക്കെയാണ്? T0യും T1ഉം ആണ്. ഓരോന്നും 16-bit ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇവന്റ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മൈക്രോ കൺട്രോളർ ദാറ്റ് എ ഡിവൈസ് നീഡ് ഇറ്റ് സർവീസ്. ഒരു ഇവന്റ് ഉണ്ട്, മൈക്രോ കൺട്രോളറിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാണ് ഒരു ഇവന്റ് സംഭവിക്കുന്നുണ്ട്, ഏതോ ഒരു ഡിവൈസ് സർവീസ് നീഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഇന്ററപ്റ്റ് ആണ്. അപ്പോൾ ഇന്ററപ്റ്റ് ആയിട്ടായിരിക്കും മൈക്രോ കൺട്രോളറിൽ ആ ഒരു ഇവന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു 8-bit രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തെ എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറയുന്ന പിൻ 1 ആയി സെറ്റ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ഒരു ഇന്ററപ്റ്റിനെ മൈക്രോ കൺട്രോളറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of special function registers in 8051 microcontrollers are. number of special function registers എന്ന് പറയുന്നത് 21 ആണ്. 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ് മൈക്രോ കൺട്രോളറിൽ ഉണ്ടാവുക. അപ്പർ പോർഷൻ ഓഫ് ദ 8051 അഡ്രസ്സബിൾ മെമ്മറി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. ഇവിടെ പക്ഷെ അഡ്രസ് റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സബിൾ മെമ്മറി 80H to FFH വരെ ആയിരിക്കും എന്ത് ചെയ്യുക, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ യൂട്ടിലൈസ് ചെയ്യുക. ടോട്ടലി 128 പോസിബിൾ രജിസ്റ്റേഴ്സ് ഉണ്ടാവും നമ്മുടെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതിൽ 21 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, 8051 ടിപ്പിക്കലി യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ടോട്ടൽ 128 പോസിബിലിറ്റീസ് ഉണ്ട്, അതിൽ 21 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഇൻ 8051 എന്ന് പറയുന്നത് 21 എന്നാണെന്ന് പറയാൻ പറ്റും. വെൻ 8051 കംസ് ഓൺ, ദെൻ the address 0x00 is loaded to which register? നമ്മുടെ 0x00 എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളർ ഓൺ ചെയ്യുമ്പോൾ PC രജിസ്റ്റർ, അതായത് പ്രോഗ്രാം കൗണ്ടർ ആയിരിക്കും 0x00 എന്ന് ഡിഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. അതായത് 16-bit രജിസ്റ്റർ ആണ് ഒരു പ്രോഗ്രാം കൺട്രോളർ എന്ന് പറയുന്നത്. ഇതിന് ക്യാൻ ആക്സസ് അപ് ടു 64 KB ഓഫ് പ്രോഗ്രാം മെമ്മറി. അതായത് റോമിന് 64 KB ആക്സസ് PC-ക്ക് ഉണ്ട്. പക്ഷെ 16-bit ആണ് PC-യുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 8051 പവർ ഓൺ ചെയ്യുമ്പോൾ PC-യുടെ കണ്ടന്റ് എന്ന് പറയുന്നത് 0x00 ആയിരിക്കും. ഓക്കെ, ഈ ലൊക്കേഷനിൽ നിന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൽ മെയിൻ ആയിട്ടും സ്റ്റോർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ നെക്സ്റ്റ് മൈക്രോ കൺട്രോളർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ആദ്യം 8051 ഇനിഷ്യലൈസ് ചെയ്യുന്ന ടൈമിൽ പ്രോഗ്രാം കൗണ്ടർ 0x00 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യു സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.